പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു കൂട്ടം അമ്മമാർ. 60 വയസ്സിലധികം പ്രായമുള്ള 10 അമ്മമാരുടെ ഭരതനാട്യം അരങ്ങേറ്റമാണ് പ്രായത്തിന്റെ അവശതകളെ നിഷ്പ്രഭമാക്കിയത്. തൃശൂർ കൂട്ടനെല്ലൂർ ഹിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനിലെ ധൈര്യവും സമർപ്പണവും കൈമുതലായുള്ള 10 അമ്മമാരാണ് ഭരതനാട്യം എന്ന ആഗ്രഹം നിറവേറ്റിയത്. 3 വർഷത്തെ പഠനത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന അരങ്ങേറ്റം അക്ഷരാർത്ഥത്തിൽ അമ്മമാരുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അരങ്ങേറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ ഭർത്താക്കന്മാർ എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങും വേറിട്ടതായി. മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് റെസിഡൻസ് അസോസിയേഷനിൽ നടന്ന ഒരു പരിപാടിയിൽ തിരുവാതിര കളിയായാണ് അമ്മമാർ ആദ്യമായി ഒത്തുചേർന്നത്. തിരുവാതിര കളി അത്ര കണ്ട് നന്നാവാതായതോടെ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി കൂടിയായ RLV സൗമ്യ സുജിത്താണ് ഡാൻസ് പഠിപ്പിക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഒരു തിരുവാതിരയാണ് ആദ്യമായിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇവർക്ക് തിരുവാതിര കളിക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഭംഗിയിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡാൻസ് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങളൊന്ന് പഠിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും പറയണ പോലെ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞങ്ങൾ വയസ്സായവരല്ലേ, ഞങ്ങൾക്ക് കാലുവേദനയാണ്, മുട്ടുവേദനയാണ്, ഞങ്ങൾക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതൊന്നും ഈ പ്രായത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ചെയ്ത് നോക്ക്, പറ്റുമെന്ന് നോക്ക്, ചെയ്ത് നോക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് പറ്റില്ല എന്ന് പറയണേന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെയാണ് ഞങ്ങൾ ആ കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പ്രായവും അവശതകളും വിലങ്ങുതടിയാകുമോ എന്ന ആശങ്ക അമ്മമാർക്ക് ഉണ്ടായിരുന്നുവെങ്കിലും ടീച്ചർ സൗമ്യ നൽകിയ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് അരങ്ങേറ്റം വരെ എത്താൻ കഴിഞ്ഞതെന്ന് അമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങളെല്ലാവരും എബവ് 60 ആണ്. അപ്പം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കിട്ടിയ ടീച്ചർ വളരെ ക്ഷമയും സ്നേഹവും വളരെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. ഏകദേശം ഒരു 3 വർഷം ആവാറായി ഞങ്ങൾ ഇത് പഠിച്ചു തുടങ്ങിയിട്ട്. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ടീച്ചറെ കിട്ടിയല്ലേ. മക്കളും പേരക്കുട്ടികളും റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരും പ്രോത്സാഹനവുമായി എത്തിയതോടെ സദസ്സും പ്രൗഢഗംഭീരമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.